തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു മൃഗക്കൊഴുപ്പ് ചേർത്ത് നിർമ്മിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കേസെടുക്കണമെന്ന് BJP പറയുന്നു. YSR കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിൽ ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് തിരുപ്പതിയിലെത്തിയ ബാലാജി വിശ്വാസികളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും തിരുപ്പതി ദേവസ്ഥാനം ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമെതിരെ പരാതി നൽകുമെന്നാണ് BJP അറിയിച്ചത്. 2019 മുതൽ 2024 വരെ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ YSR കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്ന സമയത്താണ് തിരുപ്പതി ലഡു തയ്യാറാക്കിയ നെയ്യിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചത്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇത് സംബന്ധിച്ച ആരോപണം ആദ്യം ഉന്നയിച്ചത്. എന്നാൽ ചന്ദ്രബാബു നായിഡുവിൻ്റേത് വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണമാണെന്നാണ് YSR കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ചത്. പിന്നാലെ ദേശീയ ക്ഷീര വികസന ലാബിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പുറത്തുവരികയും മൃഗക്കൊഴുപ്പും മീനെണ്ണയും പാമോയിലും പരുത്തി എണ്ണയും സോയാബീൻ എണ്ണയും ഒക്കെ കലർത്തിയാണ് ലഡു നിർമ്മിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. YSR കോൺഗ്രസ് ഉയർത്തിയ രാഷ്ട്രീയ പ്രതിരോധം തകർന്നു വീണതിന് പിന്നാലെയാണ് BJP മുൻ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. ലഡു നിർമ്മാണത്തിൽ നടന്നത് കേവലം അഴിമതി മാത്രമല്ല, ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ചെയ്തെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ആസൂത്രിത നീക്കമാണ് തിരുപ്പതി ലഡുവിന്റെ കാര്യത്തിൽ നടന്നതെന്നും BJP ചൂണ്ടിക്കാട്ടുന്നു. കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാത്ത ജഗൻമോഹൻ റെഡ്ഡി നാണക്കേടാണെന്ന് TDP നേതാവും ആന്ധ്രാപ്രദേശ് മന്ത്രിയുമായ നാരാ ലോകേഷ് അഭിപ്രായപ്പെട്ടു. NDA നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടത്തിയ പ്രസംഗത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലിരുന്നപ്പോൾ തിരുപ്പതി ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞത്. പിന്നാലെ തെലുങ്കുദേശം പാർട്ടിയും ജനസേനയും BJPയും അടങ്ങുന്ന NDA സഖ്യം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെയും YSR കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് രംഗത്ത് വരികയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.